ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഹൈദരാബാദിൽ ലുബിനി പാർക്ക് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഞാൻ ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ലുബിനി പാർക്ക് ഉണ്ട്, അവിടെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. ഈ AD 1562 ഇബ്രാഹിം ഗുലി കുത്തുബ് ഷായാണ് പിന്നെ ഈ മൂസി നദിയുടെ ഒരു പോഷക നദിക്ക് കുറുകെ ഈ ഹുസൈൻ സാഗർ നിർമ്മിച്ചത്. രാജ്യത്തെ വാസ്തുവിദ്യയുടെ മാസ്റ്ററായിരുന്ന ഹുസൈൻ ഷാ വാലിയുടെ പേരിലാണ് ഈ തടാകത്തിന് പേര് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണിത് ഹുസൈൻ സാഗർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഈ മൂസി നദിയിൽ നിന്ന് കനാലുകളിലൂടെ വറ്റാത്ത വെള്ളം സംഭരിക്കുന്ന ഒരു കൃത്രിമ തടാകമാണിത്. ഈ മൂസി നദിയിൽ ഹിമായത്ത് സാഗറും ഉസ്മാൻ സാഗറും നിർമ്മിക്കുന്നതിന് മുമ്പ് ഹൈദരാബാദിലേക്കുള്ള പ്രധാന ജലവിതരണ സ്രോതസ്സായിരുന്നു ഈ ഹുസൈൻ സാഗർ. 1946 സർ മിർസ ഇസ്മായിൽ ഉണ്ടായിരുന്നു. അന്ന് ഹൈദരാബാദ് ഡെക്കാണിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ ടാങ്ക് ബണ്ട് റോഡുണ്ട് അത് വീതി കൂട്ടിയത്. പിന്നീട് 1987-88 കാലഘട്ടത്തിൽ അന്നത്തെ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി NT രാമറാവു നൃത്തം ചെയ്യുന്ന ജലധാരകൾ, പിന്നെ രാത്രിയിൽ വർണ്ണാഭമായ ലൈറ്റുകൾ, പ്രശസ്ത വ്യക്തികളുടെ വെങ്കല പ്രതിമകൾ, നമ്മൾ മുമ്പ് കണ്ടിരുന്ന അംബേദ്കർ ഇതൊക്കെ ഉണ്ടല്ലോ അത് എന്നിവ ചേർത്തുകൊണ്ട് ഈ ടാങ്ക് ബണ്ടിൻ്റെ വീതി കൂട്ടലും സൗന്ദര്യവൽക്കരണമൊക്കെ നടത്തി. ഇവിടെ 1920 ഇവിടുത്തെ 7ാമത്തെ നിസാം മിർ ഉസ്മാൻ അലി ഖാന് ഈ ഹുസൈൻ സാഗർ തടാകക്കരയിൽ ഹുസൈൻ സാഗർ താപവൈദ്യുത നിലയം നിർമ്മിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയായിരുന്നത്. 1920 മുതൽ 1983 വരെ ഹൈദരാബാദ്, സെക്കന്ദരാബാദ് ഈ നഗരങ്ങൾക്ക് വൈദ്യുതീകരണം ഇവിടുന്ന് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻഭാഗം. ഇതതിൻ്റെ മെയിൻ എൻട്രൻസ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലാണ് നമ്മളെ NTR ഗാർഡനൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ലുബിനി പാർക്കിൻ്റെ മുന്നിലെത്തിക്കുന്നു. ഇതിൻ്റെ അകത്തേക്ക് കിടക്കണം. ഇതിനും എൻട്രി ഫീകളുണ്ട്. എൻട്രി ഫീ 20 രൂപയാണ് ചാർജ്. ഞാൻ അത് ഓൺലൈനിൽ എടുത്തതാണ്. ഓൺലൈനിൽ ടിക്കറ്റുകളൊക്കെ നമുക്ക് ഓൺലൈനിൽ എടുക്കാം. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ മെയിനായിട്ട് പിന്നെ ഒരു ലേസർ ഷോ ഉണ്ട് പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ പകലില്ല, രാത്രിയാണ് അതിൻ്റെ ലേസർ ഷോ ഉള്ളത്. ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതിലാണ് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. വരുന്ന ഭാഗം ഒരേ ഭാഗത്ത് തന്നെയാണ്. ഇതാണ് ലേസർ ഷോ. 80 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതിഞ്ഞ് രാത്രിയുള്ളൂ ഉള്ളത്. അപ്പം ഞാനിഞ്ഞ് അതിന് കയറുന്നില്ല. അപ്പം ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്നിങ്ങനെ കറങ്ങിയിട്ട് ഇതിലേ എങ്ങനെ പോവാം. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതൊക്കെ ഉണങ്ങി കിടക്കുകയാണ് ഇവിടെ. അവരുടെ മെയിൻ്റനൻസ് ഇല്ല ഒന്നും. ആകപ്പാട് ചളി പിടിയൊക്കെ ആയിട്ട്. ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്, അത് കാണാൻ പോകുന്നു. അതുകൊണ്ട് നരച്ചൊരു ബൈക്കായിരിക്കും. ബംഗ്ലാദേശിൽ ഞാൻ മുമ്പ് പോയപ്പോൾ ഒരു ബോട്ട് നിർത്തിയിട്ടിരുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു പോലെ ഉണ്ട്, ഇങ്ങനെ വരിവരിക്കായിട്ട് നിർത്തിയിട്ടിരിക്കുന്നവിടെ. ഇനി ടിക്കറ്റ് എടുക്കണം.
ടിക്കറ്റ് എന്ന് പറഞ്ഞത് ഞാൻ വലിയൊരു ബോട്ടിൽ മൊത്തം കയറുന്ന ആളുകൾ കയറിയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അതായത് ഒരാൾക്ക് 100 രൂപയാണ് അതിന് ചാർജ്. അപ്പൊ അതൊരു സമയത്ത് പോയിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് തിരിച്ചിവിടെ എത്തും. അപ്പൊ ഇതാണ് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആള്. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ടിക്കറ്റ് കൊടുത്ത് ചെക്കിങ് കഴിഞ്ഞു. ഇദ്ദേഹമാണ്. ഞാൻ തന്നെ ഒന്നിന് ഫസ്റ്റ് വന്നിട്ടുണ്ട്, വേറെ ആരും ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുറപ്പെടും. അപ്പൊ ഇനി ഇതില് കയറിയിട്ട് അങ്ങ് ദൂരെ ഒരു ബുദ്ധ സ്റ്റാച്യു ഉണ്ട്, അത് കാണാനാണ് പോകുന്നത്. ഇതൊക്കെ സ്റ്റാഫുകളാണ്. മറ്റുള്ള തൊട്ടപ്പുറത്തും വേറെയും കുറെ ബോട്ടുകളുണ്ട്, ഉണ്ടല്ലോ, അതൊക്കെ അതേപോലെ. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പൊ ഇതിന്റെ ചുറ്റുഭാഗം ഇങ്ങനെ കസേരകൾ ഇട്ടിട്ടുണ്ട്. സെൻട്രലുണ്ട് കസേര. ഇതൊരു ലോക്കൽ ടൈപ്പ് ബോട്ടാണ്. ഇതുണ്ട്, ഇവിടെ ഉണ്ട്. മറ്റേ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ സെൻട്രലുണ്ട്, അത് ആവശ്യക്കാർക്ക് എടുക്കുക. ഇവിടെയാണ് നമ്മുടെ ക്യാപ്റ്റൻ സ്രാങ്ക് നിൽക്കുന്ന ആ ഭാഗമാണിത്. ആരും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ എത്തിയിട്ട് വേണം. കുറച്ച് കഴിഞ്ഞിട്ട് സമയം കഴിഞ്ഞവർ പോകും. 11 മണിക്കേറ്റ പുറപ്പെടുന്നു പറഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഹുസൈൻ സാഗറിൽ ഒരു ബോട്ടിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊന്ന് കാണാം. അവിടെയാണ് മെയിൻ റോഡ്. നമ്മളെ ഡ്രൈവർ എത്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബോട്ട് പുറപ്പെട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ശബ്ദമുണ്ട് ഇവിടെ. ഇപ്പൊ അവിടുന്ന് പുറപ്പെട്ട് ഇപ്പൊ ഏകദേശം ഫുള്ള് ജനങ്ങളൊന്നും ആയിട്ടില്ല. ആളുകൾ കുറവാണ് പൊതുവെ. ഒന്നാമത് രാവിലെ ആയിട്ടായിരിക്കും. കുറച്ചുകൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആളുകൾ കൂടും. പൊതുവെ ഇപ്പൊ രാവിലെ സന്ദർശകർ കുറവാണ്. ഞാൻ പിന്നെ രാവിലെ പോരാൻ കുറച്ച് തിരക്ക് ഉണ്ടാവേണ്ട വിചാരിച്ചിട്ടാണ് രാവിലെ ട്രിപ്പ് ഇട്ടത്. ഇനി കുറേ വണ്ടികളൊക്കെ ഉണ്ട് അവിടെ. ഇതാണ്, അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ പുറപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഉണ്ടല്ലേ, കുറേ വണ്ടികൾ ഇനിയുണ്ട്. ആൾക്കാർ കൂടുകയാണെങ്കിൽ അടുത്ത ട്രിപ്പ് വേറെ വരും. അങ്ങനെയാണ്. അങ്ങ് ദൂരെ കണ്ടില്ലേ, അവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പൊ ഇവിടെ ഇതിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെ സ്രാങ്ക് ഉണ്ട് ഇതോട്ടുന്ന ആള്, അതിന്റെ നേരെ ഓപ്പോസിറ്റ്, സ്രാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇരിക്കണം. അപ്പോഴാണ് അതിന്റെ നമുക്ക് കാഴ്ച കിട്ടുക. മറ്റേ അയാളെ ബാക്കിൽ ഇരിക്കുമ്പോൾ അത് പിൻഭാഗമായിട്ട് വരിക. മറ്റേ മുൻഭാഗത്തേക്ക് അങ്ങനെ ഫ്രണ്ടിലേക്ക് അങ്ങനെ പോകുന്ന നമുക്ക് അങ്ങനെ കാണാം. അപ്പൊ നിങ്ങൾ അങ്ങനെ കണ്ടോളി ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഈ കാണുന്നതാണ് ബുദ്ധ സ്റ്റാച്ചു. അത് ഈ ഇതിന്റെ മറ്റേ ഹുസൈൻ സാഗറിന്റെ നടുക്കാണ് നിൽക്കുന്നത്. ഇവിടേക്കാണ് ഇപ്പൊ നമ്മളെ ബോട്ട് പോകുന്നത്. അങ്ങനെ പോയിട്ട് അവിടെ ഒരു 10 മിനിറ്റ് നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ പുറപ്പെട്ട് എങ്ങോട്ടേക്ക് വരും. അപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറിന്റെയും 3/4 മണിക്കൂറിന്റെ ഇടക്ക് യാത്ര ഉണ്ടാവും. 450 ടണ്ണ് ഭാരമുള്ള ഒരു വെളുത്ത ഗ്രാനൈറ്റ് പാറയിൽ നിന്നാണ് ഇപ്പൊ കണ്ട ബുദ്ധപ്രതിമ കൊത്തിയെടുത്തത്. ഏകദേശം 200 ശില്പികൾ 2 വർഷം എടുത്തിട്ടാണ് ഇത് കൊത്തിയെടുത്തത്. 1988 നവംബറിൽ ഈ പ്രതിമ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയിട്ട് പ്രാരംഭ പ്രശ്നങ്ങൾക്ക് ശേഷം 1992 ഏപ്രിൽ 12 ഒരു ചുവന്ന താമരപ്പൂവിന്റെ പീഠത്തിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അതിനെ നേരിട്ടിട്ട്. ഇപ്പൊ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താനയക്കുന്നത്. ഇതൊരിങ്ങനെ ഒരു
തൊട്ട താഴെ കണ്ടില്ലേ കുറേ ഒരു ബോട്ട് പോലത്തെ ഒരു സാധനം തന്നെ, ബോട്ട് തന്നെയാണത് നിർത്തിയിട്ടിരിക്കുന്നത്. അതിനോട് ചാരിയിട്ട് നിർത്തും നമ്മുടെ ബോട്ട്, എന്നിട്ട് അതിലേക്ക് ഇറങ്ങും. എന്നിട്ട് അങ്ങനെയാണ് മറ്റേലേക്ക് കയറുക. ഇതുണ്ടല്ലേ, ഇപ്പം ഇതിനോട് അടുപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ഇതിൻ്റെ ഹെൽപ്പർമാർ, ഇതിൽ 5-6 ഹെൽപ്പർമാരുണ്ട് ഇതിൽ. ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ അവർ ഫസ്റ്റ് ട്രിപ്പിൽ നിന്ന് വന്ന ആൾക്കാർ ഇതിൽ വന്ന് ഇറങ്ങിയിട്ട് കയറ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ട്രിപ്പ് വരുന്ന സമയത്ത് ഇവർ ഇതിലുണ്ടാവില്ല, ഇവർ ഇവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുക. ഇതാണ് സ്റ്റാച്യൂവും ഇതിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളും. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി 100 രൂപ മാത്രം. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേറെ ചാർജൊന്നുമില്ല. ഇതാണ് നമ്മുടെ സ്രാങ്ക്. മൂപ്പരൊക്കെ ഒക്കെ റെഡിയാക്കി സൈഡാക്കിയിട്ടുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് അങ്ങനെ ഇറങ്ങും. അപ്പം ഇനി ഞാനും ഇതിൻ്റെ ഇറങ്ങുകയാണ്. ഇതിലേക്ക് ഇറങ്ങി ഈ ബോട്ടിൽ നിന്നാണ് പിന്നെ മറ്റേ കോമ്പൗണ്ടിലേക്ക് കടക്കുന്നത്. ഇപ്പം ഇതിലേക്ക് വന്ന് ഇനി ഇവിടുന്ന് അതിലേക്ക് കയറാം. ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് കുറേ ലേഡീസൊക്കെ ഉണ്ട് ഇതിലെ സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫൊക്കെ. അപ്പോൾ അവരൊക്കെ ഇനി ഇവിടെ സ്റ്റേ ചെയ്യുക. ഇനി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഓരോ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർ മടങ്ങിപ്പോവും. ഇതാണ് ഇതിലേക്ക് കയറുന്ന ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചയൊക്കെ അങ്ങനെ കാണാം. मतलब वो स्लो अभी है ना, वो स्पीड में हो जाएगा. मतलब ये जो स्लो चल रहा है ना, वो अपनी स्पीड में चलेगा. ഇതാണ് ഇതിൻ്റെ മൂല. ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോകും. ഇതൊക്കെ ചെറിയ സ്റ്റാച്യു കേട്ടോ. ബുദ്ധൻ്റെ സ്റ്റാച്യു കാണണമെങ്കിൽ നമ്മുടെ ഇവിടെ പോകണം, ഭൂട്ടാനിൽ പോകണം. ഭൂട്ടാനാണ് അതിൻ്റെ നമ്പർ 1. നമ്മളെന്നെ അന്തം വിട്ടു. ഞാൻ എൻ്റെ ഒരു ഭൂട്ടാൻ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 2 ഭാഗത്തും എൻട്രൻസ് ഉണ്ട്, ഇപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട്. ഇവിടെ ബോട്ടിൽ നമ്മുടെ ബാഗേജ് എന്തെങ്കിലും ബോട്ടിൽ തന്നെ വെച്ചാൽ മതി, നമ്മളും കൈ പിടിക്കണമെന്നില്ല. ജസ്റ്റ് ഇത് കാണാൻ 10 മിനിറ്റ്സാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ബോട്ടിലേക്ക് തന്നെ കയറും. ഇവിടെ ഒരു ഫോട്ടോ എടുക്കലും കാര്യങ്ങളും വീഡിയോ എടുക്കലും കഴിഞ്ഞ് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. അങ്ങനെ മൊത്തം അരമണിക്കൂറിനാണ് 100 രൂപ. ഇവിടെ ഇവിടെ സെക്രട്ടേറിയറ്റ് ആണ് ഇവിടുന്ന്. ഇത് ഈ സ്റ്റാച്യുവിൻ്റെ ബാക്ക് ഭാഗമാണ്. ഇതൊരു കോർണറാണ്. ഇതുണ്ടല്ലേ, ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ഇത് നമ്മുടെ വണ്ടിയിൽ വന്ന ആ സ്റ്റാഫ് അടിച്ചുവരലാരാണ്. അവരൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് വന്നതാണ്. ഇനി രാത്രിയുള്ളവരൊക്കെ മടങ്ങുക. കംപ്ലീറ്റ് ക്ലീനിങ്ങുകാരാണ് അവർ. അപ്പം ഞാനിനി മടങ്ങുകയാണ്. മടങ്ങതിൻ്റെ മറ്റേ ബോട്ടിൻ്റെ അടുത്ത് വേറൊരു സ്റ്റാൻഡില്ലേ, അതിലേക്ക് ഇതിവിടെ കുറേ കമ്പികളൊക്കെ വെച്ചെന്താ വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്ന സമയത്ത് ക്യൂ സിസ്റ്റത്തിൽ കൂടി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കി. നമ്മൾ തിയേറ്ററിലൊക്കെ ഉള്ള പോലെ ഗോണ്ടോല കേബിൾ കാറിലൊക്കെ ഉണ്ട് കാശ്മീരിൽ. അതേപോലെ ഇപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടാകുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പി ഇട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ വലിയ പ്രശ്നമുണ്ട്, വലിയവർക്ക് അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. മറ്റേത് എല്ലാവരും കൂടി ഓടിച്ചെല്ലി പോകുമ്പോൾ പ്രശ്നമാവും. ഇത് കയറോ കെട്ടി ഉറപ്പിച്ചുണ്ടല്ലേ. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് വാതിലൊക്കെ പൂട്ടിക്കുന്നു. ഇനി നമ്മൾ പുറപ്പെടുകയാണ് ഇവിടുന്ന്. ഇനി വന്ന അത്രയും ദൂരം നമ്മളിനി തിരിച്ച് പോവുക. ഇതേപോലെ തന്നെ 100 രൂപക്ക് അധികം ഒന്നല്ല, 100 രൂപക്ക് മാത്രമുള്ള ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഹുസൈൻ സാഗറിൻ്റെ പരിസരത്തുള്ള കാഴ്ചയൊക്കെ നമുക്ക് അങ്ങനെ കാണാം. ഇതാണ് നമ്മുടെ അംബേദ്കർ പ്രതിമ. മുമ്പ് ഞാൻ കാണിച്ചിരുന്നു. NTR ഗാർഡൻ ഉണ്ടല്ലോ, അതിൻ്റെ പരിസരത്തുള്ള അംബേദ്കർ പ്രതിമയാണ് ഈ കാണുന്നത്. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇതാണ് നമ്മളുടെ നിയമസഭാ മന്ദിരം. ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം മുകളിലേക്ക് പ്രഷർ തള്ളുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ട്.
ഇതാണ് ആ മെയിൻ റോഡ്. മെയിൻ റോഡിൽ കൂടി വന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് കയറുക. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഹൈദരാബാദിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ബോട്ടിങ് ചെയ്യണം. ഇതാണ് നിയമസഭാ മന്ദിരം. അതിന്റെ തൊട്ടടുത്തായിരുന്നു NTR പാർക്ക് ഉള്ളത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ നമ്മുടെ ഈ ബോട്ടിംഗ് ഉള്ളത്. ഇതൊരു ഹൈ സ്പീഡ് ബോട്ട്, അതും വേണ്ടവർക്ക് അതുണ്ട്. അതിൽ കുറെ ആൾക്കാർ പോലെ, ഇതിൽ അത്യാവശ്യം ഒരു 10, 25, 30 ആൾക്കാരോളം ഇതിലുണ്ട്. കാരണം അത്രയും കസേര ഉണ്ട്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ അത്ര അധികം ആൾക്കാരില്ല. നമ്മുടെ വണ്ടിയിൽ വളരെ കുറവാണ് ആളുകളുള്ളത്. രാവിലത്തെ ട്രിപ്പ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ആളുകൾ കൂടും. ഞാൻ പിന്നെ വൈകുന്നേരം വരാത്ത, നേരത്തെ പറഞ്ഞല്ലോ, തിരക്ക് എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പൊ ചെറുതായിട്ട് വെയിലുണ്ടെന്നു, പക്ഷെ നല്ല തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് തണുപ്പുണ്ട്, വെയിലും ഉണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി അടുപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി അടുത്ത ബാച്ച് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹെൽപ്പർ വാതിലൊക്കെ തുറന്നു നിൽക്കുന്നു. ഇനി നേരെ പുറത്തേക്ക് കിടക്കുക. പുറത്തേക്ക് കിടന്നിട്ട് എക്സിറ്റ് വേറെ ഭാഗത്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തുടങ്ങിയ ഭാഗത്തല്ല, ബോട്ടിങ് ചെയ്തവർക്ക് എക്സിറ്റ് വേറെ ഭാഗത്ത് കൂടിയാണ്. അപ്പൊ ഇനി ഇറങ്ങി അങ്ങനെ വന്ന വഴിക്കൂടി തന്നെ അങ്ങനെ തിരിച്ചു പോവുക. നല്ല അടിപൊളി യാത്രയായിരുന്നു. തുറന്നു. ഇപ്പോൾ റോഡിലേക്ക് എത്തി. റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ സംഭവം ഉള്ളത്. അവർ മക്ക മസ്ജിദ്. ഇത് ലുമിനി പാർക്കിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. ഇങ്ങനെ ഇതാണ് തെലങ്കാന മാർട്ടിയസ് മെമ്മോറിയൽ. ഇവിടുത്തെ പിന്നെ നമ്മളെ നിയമസഭ ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് കംപ്ലീറ്റ് സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീൽ കൂടി പുറമേ നിന്ന് വരുന്ന വാഹനങ്ങളുടെ വ്യൂ ഇങ്ങനെ കംപ്ലീറ്റ് ഇവിടെ നമ്മളിങ്ങനെ കാണാം. ഒരു മൂവി മോഡലിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ റോഡാണ്. ഈ റോഡും ഈ നിയമസഭാ മന്ദിരവും നമ്മളതിൻ്റെ ഉള്ളിലിങ്ങനെ തെളിഞ്ഞ് കാണുന്ന നോക്കാം, കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നുണ്ടല്ലേ, ഇതിങ്ങനെ പോയിട്ട് അതിൻ്റെ മുകളിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ ആ കാണുന്ന റൗണ്ടിലുള്ളത് സ്റ്റീലാണ്. സ്റ്റീലിനുള്ളിൽ കൂടെ നമ്മൾ കാണുന്നത്. ഇവിടെ പുറമെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് അല്ലേ. ആ കാണുന്നതാണ് നമ്മുടെ നിയമസഭാ മന്ദിരം. പിന്നെ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇതിലിങ്ങനെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.